പാത്തു, പണ്ടാരി പാത്തു. ഞാനാണ് ഇവിടെ മെയിൻ ആക്ച്വലി. അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുന്ന അർഷത്. കാടന് ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞ പോലെ മതിയടാ, അത് മതിയടാ. കറക്റ്റാ, എന്ത് ചെയ്താലും കറക്റ്റായി. ആദ്യമായിട്ട് കിച്ചണിൽ കയറുന്ന ഉണ്ടാ. അച്ഛന് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ വർഷങ്ങളായി എന്റെ അച്ഛനെ അസിസ്റ്റ് ചെയ്തിട്ടുള്ള ഉണ്ണൊരു മാസം തന്നെ. ഏതാ മാസം? ഓ പാല് മറ്റേ ആ വലിയ ഇതൊരു മാസം കേട്ടോ. തപ്പി തപ്പി കിട്ടി കിട്ടി. എടാ നിങ്ങൾക്ക് എവിടെ നിന്ന് പാല് കിട്ടണു? എവിടെ നിന്ന് കിട്ടണു? എത്ര? മുന്തിരിട്ട് മുന്തിരിട്ട് കഴുകണം. കിട്ടുമോ? എനിക്ക് ഇട്ട് തരൂ സഫാൻ. അഭിനയിക്കല ഞങ്ങളുടെ സാലഡിനുള്ള ഉള്ളി അരിയുന്നു. ഇതാ കടന്നു വരുന്നു സ്പെഷ്യൽ ഗസ്റ്റ് ക്യാപ്റ്റൻ ജിഷു. അടുത്ത ദിവ്യാസി. ജിഷു ഇയല്ല ബിരിയാണി വലിയ വെക്കുന്ന ആള്. അത് പാന്റിന് ഇതാവാണ്ടിരിക്കാൻ. ഇത് എന്താ ചെയ്യുന്നേ? ഈ ഉള്ളി നമ്മളിങ്ങനെ വാടി ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആവാൻ വെയിറ്റ് ചെയ്യുന്നു. ഇപ്പുറം അരിന്റെ ബിരിയാണി വെക്കേണ്ട അരിന്റെ വെള്ളം തിളക്കുന്നു. ആ ഷെഫ് മെയിൻ ഷെഫ് പിള്ളൈ. അർഷദ് അപ്പുറന്ന് ബത്തക്ക ജ്യൂസ് അടിക്കുന്നു. അർഷദ് ജ്യൂസിന്റെ അച്ചോടി. പാത്രം കഴുകൽ എപ്പോഴും പറയാനാണ് അല്ലേ? പറയാ അതിന്റെ അച്ചോടി പറയാൻ തന്നെ. സപ്പു ദാ മെയിൻ ചിക്കന്റെ വാച്ച്മാൻ. ചിക്കൻ വാച്ച്മാൻ എന്തായിരുന്നു എന്നെ എടുക്കുമ്പോ ഞാൻ കോൺഷ്യസ് ഷർട്ട് ജി പീലർ കൊണ്ടുവന്നേക്കാം. എടാ ഞാൻ പറയുമ്പോ പീല ഉണ്ടാ താഴെ മേലിക്കടാ. ശരിക്കുന്നു. പണ്ടാരി ഉപ്പ് കറക്റ്റ് അല്ലേ? പണ്ടാരി പാത്തു. ഉപ്പ് കറക്റ്റ് അല്ലേ? മെയിൻ ഷെഫ് വന്നിട്ടുണ്ട്. മെയിൻ ഷെഫ് ഇതാ ഉപ്പ് നോക്കുന്നു. ഓ കൂടുതലാണ്. ഇല്ല ഇനി ഇടാനല്ല, വെള്ളം ഒഴിക്കണ്ടല്ലോ ഇനി. കാരണം ഓ നമ്മുടെ പാത്രം കഴുകൽ ഡിപ്പാർട്ട്മെന്റ് അച്ചോടി. ഒരു ബുൾസൈ ഉണ്ടാക്കി ചോദിച്ചാലോ ബിരിയാണിയുടെ മേലെ കൂടെ? ഞാൻ ഓണാണ്. ശനി എന്തോ ചെയ്യുന്നുണ്ട്. ശനി പാത്രത്തിൽ എന്തോ ചെയ്യുന്നു. ഓ വിശാലിട്ടൊരു ഐഡിയ വെറുതെ ശനി റപ്പാക്കിക്കണേ. അപ്പൊ
അപ്പൊ നമ്മൾ ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നോടൊപ്പം ചേർന്നിരിക്കുന്നത് അതിൽ ബൈജു. വീഡിയോഗ്രാഫി അതല്ല, വീഡിയോ എടുക്കുന്നത് ക്യാമറയ്ക്ക് പിന്നിൽ അതിലാണുള്ളത്. ഹായ് Hi guys, this is we are going to make biryani. Hi guys. Biryani. We are going to make biryani. And this is Fatima Nasser Yeah, hi. from Karna Medical College. This is Jishmam from Karna Medical College, hailing from Kozhikode. And this is Fatima Nasser from Alappuzha. Farhan Manarkad. Farhan Manarkad. Hi, say hi. Hi bro. Hi. Okay. Ishani Vijayan, please say hi. Hi. Okay. Now let's see who are the other persons. Yeah. Kriti Suresh and Krishnuni. This is Divyasi. Hi. Safwan kar lai. That's all. Bye. എല്ലാം ശരിയായിട്ടുണ്ട്. ആദ്യമായിട്ട് കുക്കിംഗ് ചെയ്യണല്ല. പോയടാ. എത്ര അടിച്ചിട്ട് ഒരു പീസ് മുളക് സാധ്യതയില്ല. ആ പീസ് മുളകിനെ ഞാൻ വിട്ടു. കുഴപ്പമില്ല, എന്നാലും മുളക് മുറിച്ചിടേണ്ടി വരില്ല. പിന്നെയും ചിക്കൻ കഴിക്കുന്ന സപ്പും ഫറാനും. വേണ്ട, വന്നപ്പോ മുതൽ ഇവന്മാര് ചിക്കൻ കഴുകുക. വെൽക്കം ഡ്രിങ്ക് ആയോ? ഇഷ്ടുവിന് മാത്രം വെൽക്കം ഡ്രിങ്ക്. നമ്മള് വന്നപ്പോ ഒന്ന് വെൽക്കം ഡ്രിങ്ക് ഇല്ല. ആണ്. ആരെന്നതോ കരിഞ്ഞ മണം വരുന്നുണ്ട്. ഇല്ല, കരിഞ്ഞിട്ടില്ല. എക്സ്പെർട്ട് ആണ്. അല്ലെ വേണ്ട ഷാനി, കുറച്ചിട്ടാ മതി. കാരണം അതിന് ദിവ്യാസി അവിടെ കോയിന്റെ ഹാർട്ടിന്റെ അനാട്ടമി പഠിക്കാൻ വേണ്ടി അല്ലേ? ഹാർട്ടപ്പുറം അത് ലിവർ. ലങ്സാ? അത് ലിവറല്ല. നമ്മൾ ഇത്രയും കാലം അത് ലിവറാന്നല്ലോ പറഞ്ഞോണ്ടിരുന്നത്. ഹാർട്ട് ഉണ്ട്, അത് ഹാർട്ട്. അതില് ഇതില് വെൻട്രിക്കിളും ഇതൊക്കെ കാണിച്ചു തരും. എത്ര വെൻട്രിക്കിളുണ്ട്? ഓ അങ്ങനെ, രണ്ടും സെയിം ടെക്സ്ചറാ. അപ്പൊ അക്കോർഡിംഗ് ടു ദിവസി അല്ല, എനിക്കിത് കോയിന്റെ ഹാർട്ടും ലങ്സും ആണ്. ഓക്കെ, ഈശാർന്ന് എന്തോ ചെയ്യുന്നുണ്ട്. കഴുകി പൂർത്തിയാക്കിയിട്ടുണ്ട് ഫറാനും സപ്പും കൂടെ. ഫൈനലി ചിക്കൻ കഴുകി. എടാ ഈ അറിയില്ലാന്ന് പറയല്ലേ. ആന്ന് സമ്മതിച്ചു കൊടുക്കരുത്. ഇജ്ജ് ഇങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ സാലറി ഉണ്ടല്ലേ. പോട്ടാ അവന്റെ തിയറി കറക്റ്റാ. എല്ലാം അവര് സാധനമൊക്കെ മുറിച്ച് വെച്ചിരിക്കുന്നത്. ആ, നിങ്ങൾ അവിടെ ബോൾ അടിക്കുന്ന സമയത്ത് എല്ലാം റെഡിയാണ്. എങ്ങനെ മുറിക്ക്? അതാ പറഞ്ഞ മുറിക്ക്. അതെ, അതിനെക്കാട്ടി കുറച്ച് മയത്തിൽ കുടിക്കട്ടോ. ചെറുതായിക്ക് മുറിക്കി. നെക്സ്റ്റ് എന്താ? അടുത്തെന്താ? ചോറായാ? ചോറ് ഏകദേശം ചോറ് വേവായാ? പത്തോ ഐപ്പാഡൊക്കെ വെച്ചിട്ടുണ്ട്.
ഐപാഡിൽ വെളിച്ചെണ്ണ ആക്കരുത് ഐപാഡൊന്നും ഞാൻ നോക്കുന്നില്ല കേട്ടോ. ഇനി ചോറ് സ്റ്റിക്ക് ആവാതിരിക്കാൻ കുറച്ച് നാരങ്ങ നീര് ഒഴിക്കാം. യാ അതാണ് ഉപ്പിട്ടിനാ ഇങ്ങനല്ല ഞാൻ അടി ഞങ്ങൾ എന്താ പറയാ അടി പിടിച്ചു കണ്ട എല്ലാം പാത്തുവിനോട് സമ്മതം ചോദിച്ചിട്ട് ഷാനി ചെയ്യാറുണ്ട്. നോക്കിയിട്ടുണ്ട് ആ ഇജ്ജല്ലേ എപ്പം ബിരിയാണി വെക്കലെന്ന് പറയല്. ആ ചിക്കൻ അടുപ്പിക്കാൻ പോകുന്ന ഡിഷാണ്. ദേ ആർ സ്റ്റിൽ പാത്രം മുറൽ അല്ല ചിക്കൻ കഴുകൽ. ഈ അരി വേവാനായി എന്നിട്ട് ചിക്കൻ കഴുകി കഴിഞ്ഞില്ല. ഇതിനി തീർന്നില്ലേ? ഇത് എന്റെ 5ാമത്തെ കൈയാണ്. ഓ ഷാനിയുടെ കൈയുടെ അളവിലാണ് ഇന്നത്തെ മെയിൻ ടോപ്പിംഗ്സ് തന്നെ എന്റെ കൈ കൊണ്ടോ. ആ അടുത്ത എന്താ ചെയ്യുന്നത് നോക്കാം. അർച്ചത് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കയറി ഇരുന്നു തോന്നുന്നു. പക്ഷേ എവിടെ എത്ര സാലഡ് ഏത് പേഴ്സൺ ചെയറിൽ വിശ്രമിക്കുന്നു. ഇവിടെങ്കിലും ഇവിടെങ്കിലും ചെയർ കിട്ടി. ഇവിടെ എന്തായി? ഇവിടെ നമ്മൾ ഏകദേശം ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ കറി വെക്കാൻ പോകുന്നു. കറിയോ? കറിയല്ല മസാല. ജിഷു ചോറിങ്ങനെ അരിച്ചോണ്ടിരിക്കുന്നു. ഇത് കാണിക്കരുത്. ഇത് ഏതാ പ്രൊഫഷണൽ? അല്ല നമ്മളെ രീതിയിൽ കുക്ക് ചെയ്യുന്നു. കൺവെൻഷണൽ മെത്തേഡൊന്നുമല്ല. ടേസ്റ്റ് സാധനം കിട്ടിയാൽ മതി. പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ആകെ 2 വലിയ പാത്രമേ ഉള്ളൂ. സോ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതിന് കോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനത്തെ കുറച്ച് പൊടിക്കൈകളൊക്കെ. അതന്നെ അത്രേ ഉള്ളൂ. പിന്നെ 20 20 2 പാത്രം 10-15 ആളും. അടുത്ത പ്രാവശ്യം നമുക്ക് ചെമ്പ് പണിക്കാം. അത്രേ ഉള്ളൂ. എല്ലാ സൺഡേ സ്റ്റവ് അടക്കം എടുക്കാന്നേ. അപ്പുറം മറ്റേ പന്തലണിക്കാരൻ്റെ അടുത്ത് എടുക്കാം. എല്ലാ സൺഡേ ഒരു ബിരിയാണി. അതാണ് ഞങ്ങളുടെ ഒരു മോട്ടീവ്. എടി ഇനി സൺഡേ എന്ന് പറയാനില്ല. അടുത്ത ഇതില് അന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞ് അതാവാം. ജിഷോ അന്റെ ബിരിയാണി ഉണ്ടാക്കാൻ ആരാ ഫറാനാണോ? അടുത്ത കല്യാണത്തിന് നമുക്ക് ബിരിയാണി വെച്ചാലോ? അടുത്ത ആരെയും കല്യാണത്തിന് ബിരിയാണിന്റെ നമുക്ക് തരാൻ പറ. അവസാനം ഓടിച്ചോരടിച്ചു വിളിക്കാം എല്ലാരും ബിരിയാണി. നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് ഇടാം. ഇല്ല ഇത് നമ്മൾ അതൊന്ന് കഴുകിയാൽ മതി. അത് കുറച്ച് ഇങ്ങനെ നെയ്യിട്ട് യെസ്. ഓ ഇപ്പഴാണ് ജീവൻ വന്നത്. എന്തായിരുന്നു എന്താ വേണം? ഇത് ഫുഡ് ഏത് വൈബ് സെറ്റാണ് അല്ലേ ഫറോ? ഏത് വൈബ്? ബിരിയാണി വൈബ്. കണ്ടാ സ്മെല്ല് കേട്ട് എല്ലാരും വന്നു. ഇത് വഴന്ന് വരുമ്പോ അത്രയും ഉണ്ടാവൂലോ. കുറച്ച് ബാക്കി വെച്ചിട്ട് കുറച്ച് ബാക്കി വെച്ചോ. കുറച്ചും കൂടി എടുത്തോ. കുറെ ചോറുണ്ടല്ലോ. ബാക്കി മസാല അത് കട്ട് ചെയ്തിട്ട് രണ്ട് പച്ചമുളക് എന്ത് ഇതിലൊക്കെ 2 പച്ചമുളക് കൊടുത്തോ. യോ ഗൈസ് വന്നിട്ടുണ്ട്. ഇതെന്താ സാധനം? അപ്പോ ഇത് ഞങ്ങൾക്ക് തിന്നാളാ ഇതെന്തത്? പണി എടുത്തുകൊണ്ട് കഴിച്ച് പ്ലേറ്റ് എടുത്തോ? ഹയറ് ചോറായോ? മഞ്ഞക്കളർ ലഭിക്കണം. പാലക്കാടൻ ബിരിയാണിയും വെള്ള കളറാണ് കോട്ട.
പാലക്കാടൻ ബിരിയാണി റാവുത്തർ ബിരിയാണിയാണ്. ഞാനും കണ്ടപ്പോ അതാ വിചാരിച്ചേ. എനിക്കുണ്ടോ? ഇത് ഇന്റെ പേരെന്താ? ഉപ്പ് അപ്പുറം അപ്പുറം ഫറു അപ്പുറം അവിടെ. ഞാൻ സാലഡ് ഉണ്ടാക്കാൻ കൊണ്ടുപോയി. ഇതവിടെ ഉണ്ടായിരുന്നു. എന്താണ് നടക്കുന്നത്? കാര്യം ചെയ്യാം. ആരും ഇതിലിട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി അതിലിടുക, പിന്നെ 2 സ്പൂൺ ഗരം മസാല അതിലിടുക, 1 സ്പൂൺ ഗരം മസാല ഇതിലിടുക. അപ്പൊ കണക്ക് കറക്റ്റാണ്. അതിലിടുക. ഞാൻ എടുക്കുമല്ലോ ഇതെന്താ കിസ്മിസ് ആണോ? മതി മതി. ഇനി അതില് 2 ആണ് ഇടേണ്ടത്. ഇങ്ങനെ താക്കിക്കോ. അതിൽ വേണേ കുറച്ച് കൂടുതൽ. ബൈജു എന്താക്കുന്നു? ഇതിലൊന്ന് ബൈജു റീലാണ്ടിരിക്കുന്നു. ഇങ്ങനെയാണല്ലേ ബൈജു? എനിക്കുണ്ടോ? ഉള്ളിയുടെ ആവശ്യമില്ല. ഉള്ളിയൊക്കെ ഞങ്ങൾ ഇട്ട് കഴിഞ്ഞു. 2 വലിയ ഉള്ളിയൊന്നുമല്ല, ഇത് കൂടുതൽ ഉടയ്ക്കാനൊരു ഇതുണ്ടാവോ? ഇതിലിടുമ്പോ വെള്ളം ഉണ്ടാവും. ചിക്കൻ കറിന്റെ പണ്ടാരി ഡിഷ് വേണോ? വെൽക്കം ഡ്രിങ്ക് ആടേ. ആ ഒന്ന് തിരിച്ച്. ഈ സ്പൂൺ ഉപ്പിനുള്ള സ്പൂണാണ് ഇതാരും എടുത്തത്. ബൈജു ഇത് എന്തിന്റെ അച്ചോടിയാണ്? ഇത് പുൽസൈ. ഞാൻ പുൽസൈ മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. പുൽസൈന്റെ അച്ചോടി. പിന്നെ കുറച്ച് മെനുകളൊക്കെ എനിക്കറിയാം, റെസിപ്പികളൊക്കെ കുറച്ച് അറിയാന്നുള്ളൂ, ചെയ്യാറില്ല. കട്ട്ലറ്റ് ഉണ്ടാക്കൂലേ? കട്ട്ലറ്റ് ഉണ്ടാക്കാൻ അറിയാം, ഉണ്ടാക്കിയില്ലേ? ആ ഒറ്റക്ക് കുടിച്ചിട്ട് വരുന്നുണ്ട് നാറി. സാധനം ചെയ്തില്ല അവര്. ഞങ്ങൾക്കുള്ളോ? ചെറിയ സൽക്കാരം വെക്കാനുള്ള മൂഡ് അർഷദ് ഉണ്ടാക്കിയ വെൽക്കം ഡ്രിങ്ക് ആണ് ബത്തക്ക ജ്യൂസ്. ഉഷാറ് സാധനം. പരിപാടി നിർത്തിയില്ലേ, ഇങ്ങനെ എന്തെങ്കിലും തുടങ്ങാം. ഡോക്ടർ ജ്യൂസ് മേക്കർ. ഡോക്ടർ ജ്യൂസ് മേക്കർ. എനിക്ക് ഒന്നില്ല, ഞാൻ കഴിച്ചില്ല. ഈ വീഡിയോ എടുത്തിരിക്കേ. ആ ഓ നീ ടെക്കി എന്നടാ. അപ്പൊ ഈ വെൽക്കം ഡ്രിങ്ക് കുടിച്ചു നോക്കാം. കൊള്ളാം. വെൽക്കം ഡ്രിങ്ക് എങ്ങനെയുണ്ട് പറയാൻ? മോനെ ആ പണി നിർത്തിയാൽ മതി, ഇളക്കാനുള്ള പണി കൊടുക്കണ്ടെന്നാണ് എന്റെ പക്ഷേ വെൽക്കം ഡ്രിങ്കിന് അഭിപ്രായം കിട്ടിയിട്ടുണ്ട്. ഇളക്കാനാണ് ഇവിടെ ഇപ്പൊ ആൾക്കാരെല്ലാരും ഇളകിക്കോ.
ചിക്കൻ മസാല ചിക്കനിൽ മസാല പിടിപ്പിക്കുന്ന പരിപാടിയാണ്. തൈര് ഇടണം. തൈര് നീ ചിക്കനിലിടും. ഇതിലിടും. ഓക്കെ, അപ്പൊ ഇതിലിടണ്ട. അടച്ചോ. കുറച്ചേരം അടച്ചു വെച്ച് കേട്ടോ. എന്നാലും ഞാൻ ഇത് കുറച്ച് വെച്ചിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് ടൊമാറ്റോ ഇഷ്ടമാണ്. അത് ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചത്. കൊണ്ട് കൊടുക്കണോ? എടാ സാലഡ് ആക്കിയതാടാ. തൈര് വാണ്ടിക്കൽ രണ്ട് കുഴയുണ്ട്. ഒന്നോ തൈര് വാങ്ങേണ്ടി വരില്ലേ? എടാ ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന്. അതാ എനിക്ക് പേടിയായിട്ടേ. നമ്മളത് ഏത് വെളുത്തുള്ളിയാടാ? നമ്മുടെ ഇന്ത്യ ആ കാശ്മീരിയാണ്. ഇഷാനയുടെ ചിക്കൻ കുഴക്കുന്ന നോക്കിയിരിക്കുന്നുണ്ട്. ഞാൻ നോക്കിയിരിക്കുന്നു. ആ പീസിന് പോയിട്ടില്ല പറയാൻ. എനിക്ക് കിട്ടുന്ന പീസ് കുഴഞ്ഞില്ലെങ്കിൽ ജിഷു വായിച്ചെന്ന് പറയും. കൂട്ടത്തിൽ ഏതാ വലുത് വെക്കാം. പുറത്ത് കുഴച്ചിട്ട് പിന്നെ ഇടുക ചെയ്യാം. കോഴിക്കോട് ഭാഗത്തൊക്കെ ബിരിയാണി ഫ്രൈ ചെയ്തിട്ടാ ഇടുക. പിന്നെ അതിനുള്ള സമയമൊന്നുമില്ല. ഹോട്ടലില് അതിലെന്തൊക്കെ കാണും അതേപോലെ ഇതിലോട്ടോ. പക്ഷെ മസാല പിടിച്ചിട്ടില്ലേ? എന്താ അർഷദേ, correct ആണോ? പൊടി കൂടുതൽ. ഇവരെ മസാലയുടെ അടുത്തിരുത്തണ്ട കേട്ടോ. മസിൽ പിടിച്ചിട്ട് തന്നെ കിടക്കുന്നത്. ഇളക്കാനുള്ളത് കുഴപ്പമില്ല. പ്രശ്നമൊന്നുമില്ല, എല്ലാം സെറ്റ് ആവുന്നു. അത് പെരി പെരി ഇത് വേറെ കുറച്ച് കുറവുള്ളവർക്ക് എടാ അത് ബിരിയാണിയില് ഒരു പീസ് എടാ ചില ബിരിയാണിയില് ഒരു പീസ് ബിരിയാണി പീസും ഫ്രൈഡും ഒന്ന് ദം ചെയ്ത പീസും കൊടുക്കൂലേ? മറ്റേത് വലിയ മിക്സ് ആവില്ല. ഒരിത്തിരി ഉപ്പും കൂടി ഇതില് ലാസ്റ്റ് ഇടാം. ഇതിൽ ഉപ്പിട്ടിട്ടില്ലേ? അതിന്റെ കയ്യിന്റെ അത് വേർപ്പന്റെ ഉപ്പാണെന്ന് അല്ലേ? അല്ലേ ജിഷോ? അത് വേർപ്പന്റെ ഉപ്പാണ്. ജിഷു ഇങ്ങനെ വേറെ ഇങ്ങനെ തലേന്നൊക്കെ പോ. നിങ്ങള് കുറച്ചേരം കൂടെ നോക്കാനൊന്നുമില്ല. നീ നോക്കിയാൽ ടെൻഷനാവും. വേണ്ട. ഇല്ലല്ല, ഉപ്പ് ജസ്റ്റ് നോക്കിക്കോ. പിന്നെ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ആയിട്ടില്ല. നിങ്ങൾ അതോടെ rest ചെയ്യോ? ഇവിടെ എന്താ ഇപ്പൊ ഇടുന്നില്ല. ഇവിടെ എന്തായി? ഇവിടെ മസാല ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വിളിക്കാം. മസാല ആവട്ടെ. ഇമ്മ ചോറ് ഈ ഒന്നും ആണ്. പോയി കൈ കഴുകി ചിക്കൻ വന്നു. ആദ്യം രണ്ട് പൊന്നാണ്. ഒന്നാ ചിക്കൻ ബിരിയാണി ആവണേ. എക്സ്പോർട്സ് എടാ അപ്പൊ തന്നെ ഇത് നിറഞ്ഞു. ഇതിലും നമ്മുടെ പറ്റും. ഉള്ളി വേറെ വഴറ്റി ചേർക്കേണ്ടി വരുമോ? ഉള്ളി കുറഞ്ഞ അത് ഇനി ഫുൾ എന്റെ കഴിയാൻ മിക്സിന്റെ കഴിയാന്ന് ഇനി എന്റെ കയ്യിലാണ് ബിരിയാണി കേട്ടോ. നിങ്ങള് പോയിരുന്നോ? എന്നോ ടെൻഷൻ എന്നോ പ്രഷർ. പഠിക്കുക. ഇനി തൈര് ആവശ്യം കിട്ടാ. തൈര് വന്നു, അവര് വന്നു. ഒന്നാ ആവശ്യമില്ല. തീ കുറച്ച് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമ്മളൊന്ന്